കേരളത്തിൽ ഇന്നും ജീവിച്ചിരിക്കുന്ന ഒരു മതസംഘടനയുടെ ഒരു വലിയ പണ്ഡിതൻ. ഈ പണ്ഡിതൻ ഒരു തങ്ങളാണ്. പേര് ഇബ്രാഹിം നബിയുടേതാണ്. ഇബ്രാഹിം നബിക്കുള്ള സ്ഥാനത്തിന്റെ പേരും കൂടി ആ പേരിന്റെ കൂടെയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി ആരാന്ന്. അങ്ങനെയുള്ള ഒരു തങ്ങള്, അയാൾ കടലിൽ ബോട്ടിൽ യാത്ര ചെയ്യാണ്. അയാൾ എന്നെ ഞാൻ പറഞ്ഞല്ല, നിങ്ങൾക്ക് ഈ ആയത്ത് മനസ്സിലാക്കാൻ വേണ്ടി പറയാൻ. അയാൾ കടലിൽ യാത്ര ചെയ്യാണ്. കടലിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കാറ്റും കൂളും വന്നു, കപ്പൽ ആടി ഉലഞ്ഞു. ആടി ഉലഞ്ഞിട്ട് അയാൾ പറയാണ്, മരണം മുഖാമുഖം കണ്ടു, മരിക്കുകയെന്ന് ഉറപ്പായി. അപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാൻ മറ്റാരുമില്ല. ശരിക്കും ഉപയോഗിക്കുന്ന പദം ഒരു വ്യക്തിയെ പറ്റി ആരോപണമല്ല. ആ വ്യക്തി ലോകത്തോട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ കാര്യമാണ്. കരഞ്ഞുകൊണ്ട് ആ വ്യക്തി ലോകത്തോട് പ്രസംഗിക്കണം. അയാൾ ആരാണ്? ഒരു വലിയ മതസംഘടനയുടെ, സ്വർഗത്തിലേക്ക് ആളുകളെ നയിക്കുന്ന, ഇതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്ന 100 കൊല്ലമായി ഈ പ്രസ്ഥാനം കേരളത്തിൽ എന്ന് പറഞ്ഞ് പാരമ്പര്യത്തിന്റെ ചങ്ങലിങ്ങനെ കുലുക്കി പറയുന്ന ഒരു വലിയ പണ്ഡിതൻ. ആ പണ്ഡിതൻ എന്താ പറയുക? അയാളുടെ വാക്കുകൾ ശ്രദ്ധിച്ചു നോക്കിയേ. എന്ത്? കാറ്റും കോളും വന്ന് അയാൾ സഞ്ചരിച്ച ബോട്ട് ആടി ഉലഞ്ഞു, മരണത്തെ മുഖാമുഖം കണ്ടു, ഇനി രക്ഷയുടെ ഒരു തുരുത്തുമില്ലാന്ന് മനസ്സിലായി. അങ്ങനെ എനിക്ക് ഓർമ്മ വന്നത് ആരെയാണ്? ബദരീങ്ങളെയാണ്. ബദരീങ്ങളെ, നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. നിങ്ങളല്ലാതെ എന്നെ രക്ഷിക്കാനില്ല. ഇവിടെയാണ് നമ്മൾ ശരിക്കും മനസ്സിലാക്കുക. ഇവിടെ ശരിക്കും നിങ്ങൾക്ക് ഇതിന്റെ ഒരു ഗൗരവം മനസ്സിലായിട്ടുണ്ടോ അറിയില്ല. ജീവിതത്തിൽ കടലിൽ വെച്ചൊരു പ്രതിസന്ധി നേരിട്ടപ്പോൾ അബൂജഹൽ പോലും ഇത് പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഗൗരവം എപ്പോഴാണ് മനസ്സിലാവുന്നറിയോ? അബൂജഹൽ മുശ്രിക്കാണെന്നുള്ളതിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ ഭിന്നതല്ല. അബൂജഹൽ കാഫറായിട്ടാണ് മരിച്ചതെന്നുള്ളതിൽ മുസ്ലിം ലോകത്തിന് അഭിപ്രായ ഭിന്നതല്ല. പക്ഷെ ഒരു കടലിൽ അബൂജഹൽ വന്നിട്ട് കടലിൽ കപ്പൽ ആടി ഉലഞ്ഞ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിലും ഈ വാചകം, ഈ പണ്ഡിതൻ പറഞ്ഞ വാചകം അബൂജഹൽ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഖുർആനിനോട് നമുക്ക് ആർക്കെങ്കിലും വെറുപ്പുണ്ടോ? ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വെറുപ്പുണ്ടോ? ഉണ്ടോ? ആർക്കുണ്ടാകാൻ സാധ്യതയില്ല. ആ അള്ളാഹിന്റെ ഖുർആൻ പറയാണ്, ഇതുപോലൊരു രംഗം, ഈ പറഞ്ഞ ആളുകൾക്കുണ്ടായ ഇതേ രംഗം അബൂജഹലിനും കൂട്ടർക്കും ഉണ്ടായി. അള്ളാഹ് പറയാണ് കേട്ടോ ഖുർആനില്, കടലിലെത്തി, കപ്പലിലാണ്, പായക്കപ്പലിലാണ്, യാത്രയാണ്, കാറ്റും കോളും വന്ന് പായക്കപ്പൽ ആടി ഉലഞ്ഞപ്പോൾ അബൂജഹലിന്റെ മകന് ഒക്കെ ഉണ്ട് ആ കപ്പലില്. അവിടെ വെച്ചിട്ട് അള്ളാഹു അവരെ പറ്റി പറയാണ്, അവരെല്ലാവരെയും മറന്നു അള്ളാനൊഴികെ. ഖുർആനാട്ടോ, ശരിക്കും ചിന്തിച്ചോളണം. അള്ളാനെ മാത്രം ഓർമ്മ വരികയും അതുവരെ കരയിൽ വിളിച്ച സകല അമ്പിയാക്കളെയും മൗലിയാക്കളെയും മറന്നു പോവുകയും റബ്ബിനെ മാത്രം കൽബിൽ പ്രതിഷ്ഠിക്കുകയും നോക്കൂ, വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച പല സ്ഥലത്ത് ഉപയോഗിച്ച പദാണ്. എന്താ അവർ ചെയ്തത്? നിഷ്കളങ്കരായി അള്ളാഹുവിനെ മാത്രം മനസ്സിൽ കൊണ്ടുവരികയും. ഒന്നുകൂടി ചിന്തിക്ക്, കരയിലായിരുന്ന കാലത്ത് അമ്പിയാക്കളോട് വിളിച്ച് ഇസ്തിഗാസ നടത്തിയ, ഔലിയാക്കളെ വിളിച്ച് ഇസ്തിഗാസ നടത്തിയ അബൂജഹൽ കടലിൽ വെച്ച് ഇനി രക്ഷയില്ലെന്നും ഞാൻ കരയിൽ വിളിക്കുന്ന ഒരാളും ഈ കടലിൽ എന്റെ രക്ഷക്കെത്തുകയില്ലെന്നും ഈ കടലിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ ആർക്കെങ്കിലും കഴിവുണ്ടെങ്കിൽ അത് മുഹമ്മദ് നബി പരിചയപ്പെടുത്തുന്ന അള്ളാഹ്ക്കാണെന്നും ആ അള്ളാഹനെ മാത്രമേ വിളിച്ചിട്ട് കാര്യമുള്ളൂ എന്നും അവനെ എന്നെ രക്ഷപ്പെടുത്താൻ കഴിയുമെന്നും അബൂജഹൽ വിശ്വസിക്കുകയാണ്. എന്നിട്ട് അബൂജഹൽ സകല സൃഷ്ടികളെയും മറന്ന് സൃഷ്ടാവായ റബ്ബിനെ കൽബകത്ത് ഇഖ്ലാസോടുകൂടി പ്രതിഷ്ഠിച്ച് ആ റബ്ബിനെ മാത്രം വിളിച്ചതിനെ അല്ലാഹ് എന്താ പറഞ്ഞത്? അതാണ് തൗഹീദ്, അതാണ് വേണ്ടത്. പക്ഷെ അബൂജഹലിന് ഒരു കുഴപ്പമുണ്ട്. കടലിൽ നിന്ന് രക്ഷപ്പെട്ട് കരയിലെത്തിയാൽ തങ്ങന്മാരെ വിളിക്കും, ബീവിമാരെ വിളിക്കും, ഔലിയാക്കളെ വിളിക്കും, അമ്പിയാക്കളെ വിളിക്കും. അതാണ് അബൂജഹലിന്റെ കുഴപ്പം. അബൂജഹലിന്റെ ഗുണം എന്നല്ല, അബൂജഹലിന്റെ കുഴപ്പം. ആര് പറയാണ്? അള്ളാഹ് പറയാണ്. എവിടെ പറയാണ്? ഖുർആനിൽ പറയാൻ. ഖുർആനിൽ എവിടെ പറയാണ്? 31-ാം അധ്യായത്തിലെ 32-ാമത്തെ വചനത്ത് പറയാൻ, 29-ാം അധ്യായത്തിൽ 65-ാമത്തെ വചനത്ത് പറയാൻ, 69-ാം അധ്യായത്തിൽ 65-ാമത്തെ വചനത്ത് പറയാൻ. എന്ത്? അബൂജഹലിന്റെ കുഴപ്പം എന്താണ്? കടലിൽ വെച്ചിട്ട് കറക്റ്റ് തൗഹീദ്, അള്ളാനെ മാത്രം വിളിക്കുക. അവിടെ അബൂജഹൽ പെർഫെക്റ്റ് ആണ് എന്ന് പറയുന്ന ആരാണ്? ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ അല്ല, മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് അല്ല, സാക്ഷാൽ റബ്ബുസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ, ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും സൃഷ്ടിച്ച പടച്ചോന് അബൂജഹലിന്റെ കൽബറിയുന്ന പടച്ചോൻ പറയാണ്, കടലിൽ വെച്ച് അബൂജഹൽ പക്കാ മുജാഹിദാണ് എന്ന്. കടലിൽ വെച്ച് അബൂജഹൽ പക്കാ മുവഹിദാണ് എന്ന്. കടലിൽ വെച്ച് അള്ളാഹു അബൂജഹലിനെ പറ്റി പറയുന്നത് എന്താണ്? ഓൻ ഡബിൾ ഓക്കെയാണ് എന്ന്. പക്ഷെ ഓനൊരു തകരാറുണ്ട്. കടലിൽ തൗഹീദ് അംഗീകരിക്കുന്നുണ്ട്, എന്നെ മാത്രം സഹായത്തിന് വിളിക്കുന്നുണ്ട്. പക്ഷെ കരയിലെത്തുമ്പോഴേക്ക് എന്നെ വിട്ടിട്ട് ഞാനല്ലാത്ത സൃഷ്ടികളെ അവൻ വിളിക്കുന്നുണ്ട്. അതുകൊണ്ട് അവൻ അവിടെ മുശ്രിക്കാണ്. എവിടെ മുശ്രിക്കാണെന്ന്? കരയിൽ മുശ്രിക്കാണ്, കടല് മുവഹിദാണ്. നിങ്ങൾ ആലോചിച്ചു, അള്ളാഹ് എന്താ പറഞ്ഞിരുന്നത്? അള്ളാഹ് പറഞ്ഞിരുന്നത്, വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ,
ഖുർആന്റെ 15-ാം അധ്യായം 99-ാമത്തെ വചനാണ്, അവസാനത്തെ വചനാണ്. ഉറപ്പായ കാര്യം, മരണം നിനക്ക് വരുന്നതുവരെ നീ നിന്റെ രക്ഷിതാവിനെ ആരാധിച്ചോ. ഒരു കാരണവശാലും സൃഷ്ടികളെ അതിലേക്ക് നീ കൊണ്ടുവരരുത്. ഇപ്പൊ ഒരു ആമിനത്താത്താന്റെ കഥ പറയുന്നുണ്ട് കേരളത്തില്. പണ്ഡിതന്മാര് ഒരു ആമിനത്താത്താന്റെ കഥ. ഈ ആമിനത്താത്ത കല്യാണം കഴിച്ചിട്ട് കുട്ടിയില്ല. 25 കൊല്ലം തഹജ്ജുദ് നിസ്കരിച്ച് പടച്ചോനോട് ആമിനത്താത്ത പ്രാർത്ഥിച്ചു. ശരിക്ക് ചിന്തിക്കണേ, ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, ഉലമാക്കൾ പറയുന്നതാണ്. കേരളത്തിൽ കോഴിക്കോട് ജില്ലയിൽ ഒരു ആമിനത്താത്ത ഉണ്ടായിരുന്നു. ആ ആമിനത്താത്ത 25 കൊല്ലം കുട്ടികളില്ലാത്ത വിഷമം അള്ളഹാനോട് പറഞ്ഞിരുന്നു. ശരിക്ക് ചിന്തിക്കണേ, പടച്ചോനോട് പറഞ്ഞിരുന്നു. 25 കൊല്ലമായിട്ടും കുട്ടിയില്ല. തഹജ്ജുദ് നിസ്കരിച്ച് പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു നോക്കി, എന്നിട്ടും അള്ളാഹു കുട്ടീനെ കൊടുത്തില്ല. അങ്ങനെ ഒരു ദിവസം ആമിനത്താത്ത കൊലായിൽ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വക്കിലൂടെ വഴിയിലൂടെ CM മടവൂര് നടന്നു പോകുന്നു. അദ്ദേഹം ചോദിച്ചു, നിനക്ക് കുട്ടീനെ വേണമെന്ന്. ശരിക്കും ചിന്തിച്ചോളം കേട്ടോ, നമ്മൾ ഇതിനെ തമാശയായിട്ട് കാണരുത്. ഒരു സമൂഹം സ്വർഗത്തിലേക്ക് നയിക്കുന്ന പണിയെടുക്കുമ്പോൾ ഒരു പറഞ്ഞു വെക്കുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. 25 കൊല്ലം പടച്ചോനോട് മാത്രം ദുആ ചെയ്ത്, കടലിൽ വെച്ച് അള്ളഹാനോട് ദുആ ചെയ്തതിനെ തൗഹീദെന്നും അതാണ് വേണ്ടതെന്നും അതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നതെന്നും അതാണ് പക്കാ തൗഹീദെന്നും അതാണ് വസ്തബിർലി ഇബാദത്തിഹി ഹൽ തഅലമു ലഹു സമീയ എന്നതിൻ്റെ പരിധിയിൽ വരുന്നത് അതാണെന്നും അള്ളാഹ് പഠിപ്പിച്ചു. ആ 25 കൊല്ലവും ആ സ്ത്രീ തൗഹീദിൽ. 25-ാമത്തെ കൊല്ലം ഒരാൾ നടന്നു പോകുമ്പോൾ അയാൾ ചോദിക്കുകയാണ്, നിനക്ക് കുട്ടീനെ വേണോ? അള്ളാഹ് തരാത്ത കുട്ടീനെ തരാൻ എനിക്ക് കഴിയും. നിങ്ങൾ ചിന്തിക്കണം. അപ്പം ആ സ്ത്രീ എന്താ പറയണേ? എനിക്കിനി അള്ളാഹ് തരണ്ട, നിങ്ങൾ തന്നാൽ മതി. ഇൻകലബ അലാ വജീഹി, കാഫിർ ചെയ്യിപ്പോയി. കണ്ടോ, ഒരാൾ വന്നിട്ട് മുവഹിദാക്കല്ല, മുസ്ലിമാക്കല്ല, മുക്മിനാക്കല്ല, കാഫിറാക്കുന്ന പണിയായിരുന്നു ആർക്ക്? ഈ പറഞ്ഞ വലിയന്. ചിന്തിക്ക്, നല്ലോണം ആലോചിക്ക്. ഞാൻ നേർക്കുനേരെ സംസാരിച്ച് ശീലിച്ച ഒരാളാണ്. വളച്ചെട്ടി പറയാൻ അറിഞ്ഞൂടാ. നേർക്കുനേരെ വളച്ചു കെട്ടില്ല. ഒരുപാടാക്ക് ദേഷ്യം പിടിക്കുന്നോട്. എനിക്ക് ആ ദേഷ്യം പുണ്യമാണ്. ഓല് ദേഷ്യവും പല്ലും കടിച്ചമർത്തുന്നതിനനുസരിച്ച് എനിക്ക് കൂലി കൂട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഓലെ പല്ല് പൊട്ടുന്ന പോലെ ഒരു പല്ല് കടിച്ചങ്ങ് പൊട്ടിച്ചു കളട്ടെ. പക്ഷേ ഏറ്റവും വലിയ പച്ച സത്യനം, 25 കൊല്ലം സ്വർഗത്തിലേക്കുള്ള യാത്ര തിരിച്ച ഒരു സ്ത്രീയെ 25-ാമത്തെ കൊല്ലം നരകത്തിലേക്ക് തിരിച്ചു വിട്ടൊരു മനുഷ്യന്റെ പേരാണ് ഇത്, CM മടവൂർ. നിങ്ങൾ എല്ലാവരും ചിന്തിക്ക്. ഇനി ഇതൊക്കെ പോട്ടെ, എന്താണ് ഈ ഫസ്തബിർലി ഇബാദത്തിഹി എന്നുള്ള പറഞ്ഞ സുബർ? എന്താണ് ഇബാദത്തുൽ സബർ? അതുണ്ടായിരുന്ന ആളാണ് ഇബ്രാഹിം നബി. അതുണ്ടായിരുന്ന ആളാണ് ആര്? സക്കരിയ നബി. അതുണ്ടായിരുന്ന ആളാണ് ആര്? അയ്യൂബ് അലൈഹിസ്സലാം. 3 ചരിത്രം ഖുർആനിൽ കേട്ടു നോക്കി നിങ്ങൾ. ഇപ്പോ നമ്മളൊക്കെ 19-ാമത്തെ അധ്യായം, ഈ അധ്യായം ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ അധ്യായം 65-ാമത്തെ വചനം ഉൾക്കൊള്ളുന്ന 19-ാമത്തെ അധ്യായം, അതിന്റെ തുടക്കം എന്താ? നമ്മൾ ഖുർആൻ വായിക്കുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമുക്ക് എന്താ കിട്ടേണ്ടത് ഈ ജീവിതത്തിൽ? ഈ ഖുർആനിലൂടെ നമ്മൾ പറഞ്ഞു പോവാ, കാഫ് ഹാ യാ ഇൻ സ്വാദ് ദിക്റു റഹ്മത്തി റബ്ബിക അബ്ദുഹു സക്കരിയ ഇദ് നാദാ റബ്ബഹു നിദാഅൻ ഖഫിയ. പതുക്കെ റബ്ബിനോട് സക്കരിയ നബി ദുആ ചെയ്തു. എന്തിനാണ് അള്ളാഹു ഖുർആൻ അവതരിപ്പിച്ചത്? ഖുർആനിൽ ഓതിയിട്ട് നമ്മൾ സക്കരിയ നബീനെ ഓതുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കണത്? സക്കരിയ നബി വാർദ്ധക്യം, തലമുടി നിരബാധിച്ച് കത്തി, കുട്ടികളില്ല, ഭാര്യയോ വന്ധ്യയാണ്, പ്രസവിക്കൂല എന്ന് ഉറപ്പാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കണം, നമ്മുടെ കൂട്ടത്തിൽ ഭാര്യ പ്രസവിക്കൂല എന്ന് സയന്റിഫിക് ആയിട്ട് നമ്മൾ തെളിയിച്ചു. ഇനി ഒരിക്കലും ഭാര്യ ഗർഭിണിയാവൂല എങ്കിൽ നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കും ആ ഭാര്യയിലൂടെ നമുക്കൊരു കുട്ടി ഉണ്ടാവുന്നു? ചിന്തിക്ക്, നല്ലോണം ചിന്തിക്ക്. ഈമാൻ എന്താണെന്ന് ഞാൻ പറയാണ്. എനിക്ക് എൻ്റെ കടപ്പാട് അത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് വെള്ളിയാഴ്ച ഇവിടെ പെട്ടെന്ന് വരണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് എൻ്റെ ഖുതുബ അവിടെ വേറൊരാളെ ഏൽപ്പിച്ച് ഞാൻ ഇങ്ങോട്ടായിട്ട് വന്നതാണ്. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, ഈ ഖുതുബ ചിന്തിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹിദായത്തിന് കാരണമാണ്. എതിർക്കുന്നവർക്ക് എതിർക്കാം, വെറുക്കുന്നവർക്ക് വെറുക്കാം. പക്ഷെ നിങ്ങൾ ശരിക്കും ചിന്തിച്ചു നോക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിച്ചതനുസരിച്ച് നിങ്ങൾ നോക്കൂ, ഈ സക്കരിയ അലൈഹിസ്സലാം അള്ളാഹിനോട് എന്താ പറയണേ? വലം മകും ബിദുആഇക റബ്ബി ശഖിയ. ഈ ഭാഗം വായിക്കുന്ന ഒരു ഉസ്താദ് എന്താ മനസ്സിലാക്കേണ്ടത്? ഒരു മൗലവി എന്താ മനസ്സിലാക്കേണ്ടത്? അള്ളാഹുവേ, എൻ്റെ തലമുടി നിരബാധിച്ച് കത്തിയിരിക്കുന്നു, എൻ്റെ എല്ലുകളൊക്കെ ദുർബലമാണ്, ഒന്നിങ്ങനെ പിടിച്ചാൽ പൊട്ടിപ്പോകുമാറുള്ള വാർദ്ധക്യത്തിലാണ് ഞാൻ. പിന്നെ എൻ്റെ ഭാര്യ ആരാണ്? ഓളിനിട്ട് പ്രസവിക്കൂല. നമ്മുടെ നാടൻ ഭാഷയെ പറഞ്ഞ ഓള് മച്ചിയാണ്, ഓള് പ്രസവിക്കൂല. പക്ഷേ വലം മകും ബിദുആഇക റബ്ബി ശഖിയ, റബ്ബേ നിന്നോട് പ്രാർത്ഥിക്കുന്നതിൽ ഞാൻ എന്തല്ല, ഞാൻ ഇൻകലബ അലാ വജീഹിന്റെ ആളല്ല. എനിക്ക് ഉറപ്പുണ്ട്, എനിക്ക് നിരാശയില്ല നിന്നോട് ദുആ ചെയ്യുന്നതിൽ. നീ തരും, നീ വിചാരിച്ചാൽ നിനക്കതിന് കഴിയും. അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന കാര്യത്തിൽ ഞാനെന്ന മുവഹിദിന് എനിക്കൊരു സംശയവുമില്ല റബ്ബേ. ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കാൻ, ഈ ഭാഗം വായിച്ചാൽ നമുക്ക് കിട്ടുക മരിച്ചോലോട് തേടാന്നാണോ, മരിച്ചോലോട് തേടിക്കൂടാന്നാണോ? പ്രവാചകന്മാരുടെ വഴി എന്തായിരുന്നു? കുട്ടികളെ കിട്ടാതായപ്പോ ക്ഷമിക്കുകയാണോ? വാർദ്ധക്യത്തിലെത്തി, ഭാര്യ വന്ധ്യയാണ്, എന്നിട്ടും പടച്ചോനോട് ദുആ ചെയ്യുന്നതിൽ മടുപ്പ് തോന്നുകയാണോ? 25 കൊല്ലം കഴിഞ്ഞ് 26-ാമത്തെ കൊല്ലം ഒരു പൊട്ടൻ അതിലൂടെ നടന്നു പോയിട്ട് എനിക്ക് കുട്ടികളെ വേണമെന്ന് ചോദിച്ചാൽ ജി കുട്ടിനെ തന്നാൽ അള്ളാൻ എനിക്ക് വേണ്ടാന്ന് പറയുന്ന വിവരക്കേടുണ്ടാവോ? അങ്ങനെ ഒരു ചരിത്രം അള്ളാന്റെ ഖുർആനിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ ചോദിക്കുകയാണ്, ഇന്ന്
ഈ കുത്തുബ കേട്ടിട്ട് ഞാൻ നിങ്ങൾക്ക് 5 മാസം തരാം. അള്ളാഹുവിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഒരു വലിയനോട് കുട്ടീനെ ചോദിച്ചേ ഒരൊറ്റ സംഭവം അള്ളാന്റെ ഖുർആൻ ഉദ്ധരിച്ചാൽ നിങ്ങൾ എന്താണോ എന്നോട് പറയണത്, ഞാൻ പബ്ലിക് റോട്ടിൽ വന്ന് ഞാൻ ചെയ്തു തരും. നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടിയാണ്. നിങ്ങൾ ശരിക്കും ആരെങ്കിലും ഈ ഖുതുബയിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വിശ്വാസമല്ലാത്ത, അല്ലാത്തവരോട് തേടിയാൽ കുഴപ്പമില്ല, അതാണ് ഇസ്ലാം എന്ന് വിശ്വസിക്കുന്ന ഒരാൾ ഈ സദസ്സിലുണ്ടെങ്കിൽ നിങ്ങളോടാണ് ഞാൻ ചോദിക്കണം, അള്ളാഹുവിന്റെ 114 അധ്യായത്തിൽ കുട്ടിയില്ലാത്ത ഏതെങ്കിലും ഒരു മുഅ്മിൻ ഒരു വലിയനോട് കുട്ടീനെ ചോദിച്ച ഒരു കഥ, മരിച്ചുപോയൊരു വലിയന്റെ കബറിടത്തിൽ ചെന്നൊരു കുട്ടീനെ ചോദിച്ച കഥ, കുട്ടികളെ തരണപ്പാപ്പാ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതൊക്കെ, കുട്ടികളെ തരണപ്പാപ്പ, മരിച്ച് മണ്ണോട് മണ്ണ് ചേർന്ന കബറെടുത്ത് ചെന്നിട്ട് ജീവനുള്ള മനുഷ്യൻ പറയാണെന്ത്, കുട്ടികളെ തരണപ്പാപ്പ, രോഗം മാറ്റിത്തരണപ്പാപ്പ. ഈ മതേതങ്ങൾ ആലോചിച്ച് നോക്കും, എന്തൊരു ദയനീയത, ഒരു ഉന്നതമായ മതവും ഗ്രന്ഥവും കയ്യിലേന്തിയ ഒരു സമൂഹത്തിന്റെ ദയനീയത. ജൂതന്മാരെക്കാൾ, ക്രിസ്ത്യാനികളെക്കാൾ, ഇന്ത്യയിലെ ബൗദ്ധ വിശ്വാസികളെക്കാൾ പിഴച്ചുപോയ ഒരു സമൂഹമാണ് മുസ്ലിം ഉമ്മത്തിന്റെ നേതൃത്വം എന്ന് മനസ്സിലാക്കുന്നതിനേക്കാൾ ദുഃഖകരമായ, വേദനാജനകമായ എന്ത് കാര്യമാണ് ഈ ഭൂമിയിലുള്ളത്? നിങ്ങൾ ചിന്തിക്കും, നിങ്ങൾ എല്ലാവരും ആലോചിച്ച് നോക്കി. അപ്പൊ നിങ്ങൾക്കറിയോ, എല്ലാവരും ഖുർആന്റെ 21-ാം അധ്യായം അംബിയാ എന്ന് പറഞ്ഞ അധ്യായ. എന്തിനാ അള്ളാഹു 21-ാം അധ്യായം അംബിയാ എന്ന് പറഞ്ഞ് പ്രവാചകന്മാരുടെ ചരിത്രം പഠിപ്പിച്ചിട്ട് ആ അധ്യായത്തിലെ 73-ൽ അള്ള പറയണെന്തറിയോ? അള്ള പറയണ വജഅൽനാഹും അയിമ്മത്തൻ യഹ്ദൂന ബിഅംരിനാ, നമ്മുടെ കൽപ്പന പ്രകാരം നാം റോൾ മോഡലാക്കിയ ഈ പ്രവാചകന്മാരില്ലേ, ആ പ്രവാചകന്മാരെയാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ശരിക്കും 18 കൊല്ലം അല്ലെങ്കിൽ 12 കൊല്ലം രോഗം ബാധിച്ച് കണ്ണിലെ കൃഷ്ണമണി ഒഴികെ എല്ലാ ഭാഗവും പൊട്ടിയൊലിച്ച് ദുർഗന്ധം വമിച്ച് 5000-ഓളം വരുന്ന തൻ്റെ അനുയായികൾ പിരിഞ്ഞുപോയി. അതുപോലെ തന്നെ അനുയായികൾ മീൻസ് അദ്ദേഹത്തിൻ്റെ തൊഴിലാളികൾ, പിന്നെ ആയിരക്കണക്കിന് അദ്ദേഹത്തിൻ്റെ കന്നുകാലികൾ, അദ്ദേഹത്തിൻ്റെ കൃഷിയിടം, കുടുംബം എല്ലാം അദ്ദേഹത്തെ ഉപേക്ഷിച്ചു പോയി. ഇത് ഞാൻ പറയുന്നതല്ല കേട്ടോ, അള്ള ഖുർആനിൽ പറയാൻ. ഇതൊക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം ഒറ്റപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഭാര്യയും ഭാര്യയുടെ ആങ്ങളെയും ചരിത്രത്തിൽ കാണുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു ഒരു നബി, എന്നിട്ട് പോലും അള്ളാഹുവിനെതിരെ അദ്ദേഹം ഒന്നും ചിന്തിച്ചില്ല. അള്ളാഹിനെ കുറിച്ച് അള്ള പരമകാരുണികനാണ് എന്ന ചിന്തയുമായി അദ്ദേഹം ജീവിച്ചു. പ്രാർത്ഥിക്കാൻ പോലും അദ്ദേഹം തയ്യാറായില്ല. എങ്ങനെ പടച്ചോനെ എനിക്ക് രോഗം മാറ്റണേന്ന് പോലും പ്രാർത്ഥിക്കാൻ അദ്ദേഹം തയ്യാറായില്ല. അള്ള തന്ന രോഗത്തെ 2 കൈയും നീട്ടി സ്വീകരിച്ച് സ്വർഗം കിട്ടാൻ വേണ്ടി അദ്ദേഹം കാത്തിരുന്നു. ഇനി ഞാൻ പറയണ നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഈ സ്വർഗം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യ ചെറിയ വ്യതിയാനം, വിശ്വാസത്തിൽ ചെറിയ വ്യതിയാനം ഒരു നബിയുടെ ഭാര്യയിൽ ദർശിച്ചപ്പോൾ മാത്രമാണ് അള്ളാഹിനോട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, ഭാര്യ വഴിതെറ്റി പോകാതിരിക്കാൻ. ആ ഭാര്യ ഇങ്ങനെ വരെ ചോദിച്ചു എന്നാ, നിങ്ങളൊരു നബിയായിട്ടും അള്ളാഹു നിങ്ങൾ ഇങ്ങനെ പരീക്ഷിച്ചോ? അതാണ് ഇൻകലബാലാവജീഹി, അള്ളാഹുലുണ്ടായിരുന്ന ഉറപ്പായിട്ട് നഷ്ടപ്പെട്ട് പരീക്ഷണങ്ങൾ വരുമ്പോൾ. അങ്ങനെ പരീക്ഷണങ്ങൾ വന്നു. അയ്യൂബ് നബി പറയുന്നത് എന്താ? 21-ാം അധ്യായം 83-ാമത്തെ വചന. ആ ആയത്ത് വായിക്കുന്ന ഒരു മുസ്ലിം എന്താ മനസ്സിലാക്കേണ്ടത്? 10-18 കൊല്ലം രോഗം നൽകിയിട്ടും അള്ളാഹിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ വിശ്വാസം എന്താ? വഅൻത അർഹമുർ റാഹിമീൻ, ഈ രോഗമൊക്കെ നീ എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും നീ പരമകാരുണികനാണ്. നമ്മൾ എന്താ പറയല്? എടങ്ങേറ് പണ്ടാറടങ്ങാൻ, അള്ളാഹു ഒരു കരുണയും ചെയ്തില്ല. ഇത് മനസ്സിലാക്കി നമ്മൾ വിജയിച്ച്. ജീവിതത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടോ ആ പ്രതിസന്ധി ഒരിഞ്ചും നമുക്ക് എഫക്റ്റേ ചെയ്യില്ല. പടച്ചോനെ ശരിക്കും വിശ്വസിച്ചൊരു ടീമാണ് നമ്മളെങ്കിൽ. സത്യത്തിൽ നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ, കേരളത്തിലൊക്കെ സംഭവിക്കുന്നത് എന്താ അറിയും? ഒരാൾക്ക് ആഗ്രഹം ആൺകുട്ടിയാണ്, പക്ഷെ ജനിച്ചപ്പോൾ പെൺകുട്ടി. അതുപോലെ ബഗ്ദാദിലൊരു സംഭവം, ആഗ്രഹം ആൺകുട്ടിയാണ്, ജനിച്ചപ്പോൾ പെൺകുട്ടി. ഓടി ചെല്ലാണ് മൊയ്തീൻ ഷേഖിന്റെ അടുത്തേക്ക്. എന്നിട്ട് എന്താ പറയണറിയോ? എടങ്ങേറ് തങ്ങളെ, ആഗ്രഹിച്ചത് ആൺകുട്ടീനെയാണ്, കിട്ടിയത് ഒരു അസത്ത് ജന്മത്തെ. നോക്കണം, ഒരു ഷെയ്ഖിന്റെ അടുത്ത് പോയി ഒരു കൗമ പറയാണ്. എന്നിട്ട് എന്താ പറയണേ? എനിക്കിതിനെ ആൺകുട്ടിയാക്കി തന്നേക്ക്. ഈ പോയ കുടുംബല്ലേ പോലെ നമ്മൾ കാഫർ എന്നാണോ വിളിക്കേണ്ടത്, അല്ല അതിന്റെ അപ്പുറത്തുള്ള എന്തോ ജന്മം എന്നാണോ വിളിക്കേണ്ടത്? എന്താ വിളിക്കേണ്ടത്? ജീവിതത്തിൽ ഒരു ആൺകുട്ടി, മനുഷ്യന് ആഗ്രഹം പലതും ഉണ്ടാവാം. ആഗ്രഹിച്ച് തന്നെ പടച്ചോൻ തരണമെന്നില്ലല്ലോ. പടച്ചോൻ തന്നത് പെണ്ണിനെ. ഈ പെണ്ണിനെ വെറുക്കുന്ന ഈ ജന്മങ്ങളെ എന്നിട്ടോ അവിടെ കൊണ്ട് എനിക്ക് ഈ കുടുംബത്തെക്കുറിച്ച് ആക്ഷേപം അത്രല്ല. ഈ പണ്ഡിതൻ എന്ന് പറയുന്നത് ബഗ്ദാദിലെ പണ്ഡിതൻ ജീലാനിയാണ്. ഒറിജിനൽ ജീലാനി അല്ല കേട്ടോ, ഇവർ പഠിപ്പിക്കണ ജീലാനി. ആ ജീലാനിൻ്റെ അടുത്ത് കൊണ്ടുപോയപ്പോൾ അദ്ദേഹം ഇങ്ങനെ കുട്ടിയെ മൂടിയ തുണിയൊന്നും ഇങ്ങനെ തുറന്നു നോക്കിയിട്ട് അത് മൂടിയിട്ടിട്ട് പറഞ്ഞു വീട്ടിലോട്ട് പോയിക്കോളി, വീട്ടിലെത്തിയിട്ട് തുറന്നു നോക്കിയാൽ മതി. അങ്ങനെ ഈ കുടുംബം വീട്ടിൽ എത്തി കോണിപ്പടി ചവിട്ടുമ്പോൾ തന്നെ അവർ തുണി പൊക്കി നോക്കിയപ്പോൾ കുട്ടിയാണായി. ഞാൻ ചോദിക്കുന്നത്, ഇയാൾ മുസ്ലിമാണോ? ഈ വലിയ എന്ന് പറയുന്ന ആൾ മുസ്ലിമാണോ? ശരിക്കും ഇസ്ലാമിക ചരിത്രത്തിൽ ഒരു മാതാപിതാക്കൾ ഒരു ആൺകുട്ടിനെ ആഗ്രഹിച്ചു. ഖുർആനാ പറയണത്, ബടായി അല്ല. 3-ാം അധ്യായം സൂറത്ത് ആൽ ഇംറാൻ. ആൺകുട്ടിനെ ആഗ്രഹിച്ചിട്ട് ജനിച്ചപ്പോൾ എന്തായിരുന്നു? പെൺകുട്ടിയായിരുന്നു, മറിയമായിരുന്നു. അപ്പൊ അവര് പറയാണ്, ആ ഉമ്മയിപ്പ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് ആണായിരുന്നു, പെൺകുട്ടിയായി. എന്നാ പിന്നെ ഞാൻ പെൺകുട്ടീനെ ആൺകുട്ടിയാക്കി തരാമെന്ന് അള്ളാഹ് പറഞ്ഞേ.
അല്ല, അല്ല എന്താ പറഞ്ഞറിയോ? പെണ്ണാണിനെ പോലെയല്ല. പെണ്ണിന്റെ മഹത്വം എന്താ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. ഇനി ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചോ. ആഗ്രഹിച്ചിട്ട് പെണ്ണും ആണുമായ ഏതെങ്കിലും ഒരാളെ നബി ആണിനെ പെണ്ണും പെണ്ണിനെ ആണും ആക്കിയിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ കേരളത്തിലെ മൊയ്ലിയന്മാരെ വായിലൂടെ പുറത്തു വരുന്ന കഥകളാണ്. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ജൂത ക്രിസ്ത്യാനികൾക്കോ ലോകത്തേത് മതമുണ്ടോ ആ മതസമൂഹങ്ങൾക്കൊന്നുമില്ലാത്ത പിഴവാണ് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന്റെ സംഘടനകൾക്കുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. ഇനിയെങ്കിലും ഒരു മൈക്രോ സെക്കൻഡ് വ്യത്യാസമില്ലാതെ ഷഹാദത്ത് കലിമ പുതുക്കി ഒറിജിനൽ മുസ്ലിമായിട്ട് ജീവിച്ച് മരിക്കാൻ നോക്കണം. എനിക്ക് പറയാം, അത്ര ഭീകരമായ ശിർക്കും കുഫറുമാണ് ഈ ഉമ്മത്തിലുള്ളതെന്ന് മനസ്സിലാക്കുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ് ഉസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ് യാ അയ്യുഹല്ലദീന ആമനു ഇത്തഖുല്ലാഹ ഹഖ തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സൂറത്ത് ഫജ്റിൽ 89-ാം അധ്യായത്തില് 15-16 വചനങ്ങൾ നമ്മൾ വീട്ടിൽ പോയിട്ട് നോക്കണം. ആ വചനത്തിൽ അള്ളാഹ് പറയാണ്, ഫഅമ്മൽ ഇൻസാനു ഇദാ മബ്തലാഹു റബ്ബുഹു ഫഅക്റമഹു വനഅമഹു ഫയഖൂലു റബ്ബി അക്രമൻ വഅമ്മ ഇദാ മബ്തലാഹു ഫഖദറ അലൈഹി റിസ്ഖഹു ഫയഖൂലു റബ്ബി അഹാനൻ. എന്താ പറയണറിയോ? എന്നാൽ മനുഷ്യൻ അവന്റെ രക്ഷിതാവ് പരീക്ഷിക്കുകയും അങ്ങനെ അവനെ ആദരിക്കുകയും അവന് സൗഖ്യം നൽകുകയും ചെയ്താൽ, കുറെ പദവികളോ സൗഖ്യങ്ങളോ സൗഭാഗ്യങ്ങളോ ഒക്കെ അവന് ചെയ്താൽ, എൻ്റെ രക്ഷിതാവ് എന്നെ ആദരിച്ചിരിക്കുന്നു എന്നവൻ പറയും. അപ്പൊ എന്തെങ്കിലും ഖൈറുണ്ടായാൽ പടച്ചോൻ ആദരിച്ചു എന്ന് വ്യാഖ്യാനിക്കും. ഇനി എന്നാൽ അവന്റെ ഉപജീവനം അല്ലാഹു ഇടുങ്ങിയതാക്കിയാലോ, സാമ്പത്തിക രംഗത്ത് പരീക്ഷണം, കുടുംബത്തിൽ പരീക്ഷണം, അങ്ങനെയൊക്കെ ആക്കിയാലോ, അപ്പൊ അവൻ എന്താ പറയാന്നറിയോ? വയഖൂലു റബ്ബി, എൻ്റെ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുന്നു. അപ്പൊ നേരത്തെ എന്താ നമ്മൾ പറഞ്ഞു? സൂറത്ത് ഹജ്ജിലെ 11 എന്തെങ്കിലും ഒരു ഖൈർ ഉണ്ടായാൽ പടച്ചോൻ തന്നു സമാധാനപ്പെടും. ഇനി എന്തെങ്കിലും ഒരു ഷെർ ഉണ്ടായാലോ, ഇൻകലബ അലാ വജീഹി, മനുഷ്യർ ഇങ്ങനെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ 2 ഖുർആനിക വചനത്തിലും പറയണത് എന്താ വെച്ചാൽ, ഖൈറും ഷെറും അള്ളാഹുവിൽ നിന്നാണ്. ചില സമയത്ത് യബ്സുത്തു റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അള്ളാഹ് ചിലപ്പോൾ കൂടുതൽ തരും, ചിലപ്പോൾ കുറവ് തരും. ചിലർക്ക് മരിക്കുന്നവരെ കഷ്ടപ്പാട് കൊടുക്കും. ഈ കഷ്ടപ്പാട് തരുമ്പോൾ അള്ളാഹ് അവഗണിച്ചു എന്നല്ല മനസ്സിലാക്കേണ്ടത്. അള്ളാഹു എന്നെ ഇഷ്ടപ്പെട്ടു. ഇഹലോകത്ത് എത്ര ബുദ്ധിമുട്ടുണ്ടോ സുഹൃത്തെ, പരലോകം എളുപ്പമാണ്. ഉൻദുറു ഇലാ മൻ ഹുവ അസ്ഫല മിൻകും വലാ തൻദുറു ഇലാ മൻ ഹുവ ഫൗകകും ഫഹുവ അജ്ദറു അല്ലാ തസ്ദറു നിഅമതല്ലാഹി അലൈക്കും. നിങ്ങൾ നിങ്ങളുടെ താഴെയുള്ളവരിലേക്ക് നോക്ക്, നിങ്ങളുടെ മേലെയുള്ളവരിലേക്ക് നോക്കല്ലേ. കഷ്ടപ്പാടും ബുദ്ധിമുട്ടും വീടും കിടപ്പാടവും ഇല്ലാത്ത ആയിരങ്ങൾ ഈ മണ്ണിൽ ജീവിക്കുന്നു. നിങ്ങൾ അവരെ നോക്ക്. എല്ലാ സൗഭാഗ്യങ്ങളും അതിനേക്കാൾ കൂടുതലുള്ളവരിലേക്ക് നോക്കണോ? അള്ളാന്റെ ചോദ്യമാണ്, റസൂലിന്റെ ചോദ്യമാണ്. അള്ളാഹ് നിങ്ങൾക്ക് ചെയ്ത നിയമത്ത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ താഴെയുള്ളവരിലേക്ക് നോക്ക്. നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ട്, കാറുണ്ട്, മക്കളുണ്ട്. ഇതൊന്നും ഇല്ലാത്ത ആളുകൾ അതാ മറുഭാഗത്ത്. വീടില്ലാത്തവർ എത്രയോ 5 കിലോമീറ്റർ ഉള്ളോട്ട് പോയി ഒരു കുന്നിന്റെ ചരിവിൽ വെള്ളം പോലും കിട്ടാതെ വീട് വെച്ചവർ ആയിരങ്ങൾ. അവരെ നോക്ക്. ഇതാണ് മാ യസാലുൽ ബലാഉ ബിൽ മുഖ്മിനി വൽ മുഖ്മിനാത്ത് ഫീ നഫ്സി വമാലി വവലദി ഹത്താ യൽഖല്ലാഹു തആല വമാ അലൈഹി ഖതിയത്തുൻ. സത്യവിശ്വാസിനിക്കും വിശ്വാസിക്കും പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. മക്കളൊരു പരീക്ഷണമാണ്. അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തെ പോലെ. ഞാനൊരു കാര്യം പറയട്ടെ, കുട്ടി പഠിച്ചില്ല എന്നതിനേക്കാൾ ടെൻഷൻ എന്താണ്? കുട്ടി പഠിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. സത്യല്ലേ? ഇന്നത്തെ ഏതെങ്കിലും രക്ഷിതാവിനോടും ചോദിക്കട്ടെ, കുട്ടി വീട്ടിൽ നല്ലക്ക് വീട്ടു ജോലിയൊക്കെ എടുത്ത് മാന്യമായിട്ട് ജീവിക്കുകയാണെങ്കിൽ ഒരു ടെൻഷനും അവരെ കുറിച്ചില്ല. കുട്ടി പഠിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു ബാപ്പാക്കുള്ള എന്തായിട്ടാ വരിക എന്ന്, ഏതോന്റെ കൂടെയാ പോവുക. 8ാം ക്ലാസ്സിൽ നിന്ന് കുട്ടീനെയും ചുമന്നാണോ വരിക? ഒന്നും പറയാനാകാതൊരു ലോകത്ത് എല്ലാം പരീക്ഷണമാണ്. ഇവിടെയാണ് അള്ളാന്റെ റസൂൽ എന്ത് പറയണോ? പരീക്ഷണങ്ങൾ ആയിക്കൊണ്ടേയിരിക്കും. ഫീ നഫ്സിഹി, നിങ്ങളെ നഫ്സിൽ രോഗം കൊണ്ട് അങ്ങോട്ട് മരിക്കുക. രോഗം കൊണ്ട് മരിക്കുക, ക്ഷീണിക്കുക, അവശരാവുക. 2 സമ്പത്തിന്റെ നഷ്ടം കൊണ്ട് പരീക്ഷിക്കപ്പെടുക. 3 വലതിഹി, നിങ്ങളെ മക്കളിട്ടങ്ങോട്ട് മനുഷ്യനെ പൊറുതി മുട്ടിച്ചാണ്. എങ്ങോട്ട് നോക്കിയാലും മാനക്കേട്. ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയണത്, ഈ രംഗത്തൊക്കെ ഒരു മുഅ്മിനോട് അള്ളാന്റെ റസൂൽ എന്താ പറയണോ? നിങ്ങൾ അള്ളാനെ കണ്ടുമുട്ടും പാപമുക്തരായിട്ട്. ഇങ്ങനെ പരീക്ഷിക്കപ്പെട്ടൊരു ബാപ്പ ക്ഷമ അവലംബിക്കുകയാണെങ്കിൽ ആ ബാപ്പ അള്ളാനെ കണ്ടുമുട്ട എങ്ങനെയാണ്? എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ടവനായിട്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്നത്, പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാനെ മറക്കുകയാണോ വേണ്ടത്? അള്ളാഹുവിനെ കൂടുതൽ ഓർക്കുകയാണോ വേണ്ടത്? ഇവിടെ മുസ്ലിം സമുദായത്തെ അള്ളാഹുവിൽ നകറ്റി ദർഗകളിലേക്കും സൃഷ്ടികളിലേക്കും ഔലിയാക്കളിലേക്കും ക്ഷണിക്കാനാണ് ഉസ്താദുമാർക്ക് വലിയ
ഉത്സാഹം. ഞാൻ കർണാടകയിൽ പോയി മെനയാന്നൊരു പ്രസംഗം ചെയ്ത്. അവിടെ ഒരു ചെങ്ങായി വരികയാണ്. എന്തിന്? അള്ളാനെ ആരാധിക്കരുത്, മൊയ്തീൻ ഷെയ്ഖിനെ ആരാധിക്കേണ്ടത്, CM വലിയുള്ളതാണ് ലോകത്തിന്റെ സൃഷ്ടാവ്. ഇത് പഠിപ്പിക്കാൻ ഒരു തലപ്പാവുള്ള ഒരുത്തൻ. ഇത് ഹിന്ദുക്കൾ പോലും രാമനാണ് ലോകം നിയന്ത്രിക്കുന്നത് പ്രസംഗിച്ച് ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. നിങ്ങളാരും കേട്ടിട്ടുണ്ടോ? 18,000 ലോകം നിയന്ത്രിക്കുന്നത് ശ്രീരാമനാന്ന് പ്രസംഗിക്കുന്ന ഒരു ഹൈന്ദവനങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷെ ഞങ്ങൾക്ക് 500 മൊയ്ലിയന്മാരെ കാണിച്ചു തരാം. 500 മൊയ്ലിയന്മാരാ ഈ പ്രസംഗം നടത്തുന്നേ. എവിടെയാണ് തകരാറ് എന്ന് പ്രിയപ്പെട്ടവരെ, ഈ കുറഞ്ഞ ആളുകൾ ഈ പള്ളിയിൽ ഇരിക്കുന്നവർ നിങ്ങൾ ഗൗരവമായിട്ട് ചോദിച്ചോളി. നിങ്ങൾ ഉറങ്ങരുത്. അത്രമേൽ വലിയ ശിർക്കിലും കുഫറിലുമാണ് ഈ മുസ്ലിം സമുദായം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, ഇന്ന് കുറ്റിക്കാട്ടൂർ വെച്ച് നമ്മുടെ തസ്ഫിയ ആദർശ സമ്മേളനം, വളരെ പ്രബലമായ പണ്ഡിതന്മാർ പങ്കെടുക്കുന്ന വളരെ ശ്രദ്ധേയമായ കേരളത്തിലെ ആദർശ രംഗത്ത് വളരെ സവിശേഷമായ രൂപത്തിലാണ് ഇൻഷാ അല്ലാഹ് നമ്മുടെ തസ്ഫിയ ക്ലാസ്സുകൾ നടക്കുന്നത്. ആദർശ സമ്മേളനങ്ങൾ പബ്ലിക്കിൽ നടക്കുന്നത് ഇൻഷാ അല്ലാഹ് കുറ്റിക്കാട്ടൂർ വെച്ചിട്ട് ഇന്ന് 15-ാം തീയതി ഇന്ന് നമ്മുടെ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എല്ലാവരും ആ കാര്യത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും 17-ാം തീയതി ഞായറാഴ്ച നമ്മുടെ ഒരു വിജ്ഞാന വേദി അംജദ് മദനിയുടേതായിട്ട് നമുക്കിവിടെ നടക്കുന്നുണ്ട്, നമ്മുടെ പള്ളിയിൽ വെച്ച് നടക്കുന്നുണ്ട്. ഈ 2 കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുന്നത് എന്താന്ന് പറഞ്ഞാൽ, ഖുർആനും സുന്നത്തും മുന്നിൽ വെച്ചുകൊണ്ടുള്ള ഏതൊരു പഠനവും മനനവും നാം ശരിക്കും ശ്രദ്ധിക്കുകയും ചിന്തിക്കുകയും കേൾക്കുകയും മനസ്സിലാക്കുകയും എന്ന് നമ്മൾ മരിക്കും. എവിടെ വെച്ചാണ് അള്ളാഹു നമ്മളെ പിടിക്കുക? പ്രത്യേകിച്ച് ഇന്ന് യുവാക്കൾ യുവതികൾ മരിച്ചുകൊണ്ടേയിരിക്കുന്നു. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പ്രവചനമാണ്. ഫലസ്തീനികളൊക്കെ നിങ്ങൾ നോക്ക്, എത്ര പേരാണ് അവിടെ മരിച്ചു പിരിയുന്നത്. പക്ഷെ ഫലസ്തീനികളൊക്കെ ഓർക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. എന്താ സന്തോഷം എന്നറിയാം? ഞാൻ എൻ്റെ ഖുത്ബയിൽ പറഞ്ഞോട് മാത്രം പറയാം. ഫലസ്തീനികളിൽ ഒരാളും, അതായത് ഒരു ഫലസ്തീൻ ഇങ്ങനെ കൈ നീട്ടിയാൽ ബഗ്ദാദിലെത്തും എന്ന് പറഞ്ഞാൽ കൈ നീട്ടുന്നിടത്ത് ബഗ്ദാദാണെന്നുള്ള അർത്ഥത്തിലല്ല, പറഞ്ഞേ മനസ്സിലായിട്ടുണ്ടാവും. അത്രയും അടുത്ത പ്രദേശമാണ് ബഗ്ദാദ്. ആ ബഗ്ദാദിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മൊയ്തീൻ ഷെയ്ഖ്, ഒരൊറ്റ ഫലസ്തീനി മൊയ്തീൻ ഷെയ്ഖിനെ വിളിക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എത്ര അവരുടെ ആ സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ട്. പക്ഷേ ആ ഫലസ്തീനികളെ രക്ഷപ്പെടുത്താൻ വേണ്ടി കേരളത്തിലെ മൊയ്ലിയന്മാരെ വിളിച്ചതാരാ? അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കണം ഫലസ്തീനികളെ രക്ഷപ്പെടുത്താനേ. ഏതാണ് ഈ കൗമ്? ഈ ജനത ഏതാണ്? ലോകത്ത് ഇങ്ങനെ ഒരു പിഴച്ച ജനത ഭൂമുഖത്ത് വേറെ ഉണ്ടായിട്ടുണ്ടോ? ആദം നബിയുടെ മക്കൾ പരമ്പരയിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഫലസ്തീനികൾ പ്രയാസം, ഇസ്രയേലിൽ നിന്ന് പ്രയാസം ഏറ്റുവാങ്ങുന്ന 3 വയസ്സുള്ള മക്കൾ പോലും അള്ളാഹിനോട് ദുആ ചെയ്യാണ്. അവരാരും ഒരു വലിയനെയും വിളിക്കണില്ല. ഇവിടെ അള്ളാഹിനെ വിളിക്കാൻ മനുഷ്യന്മാരുണ്ടാകരുത് എന്ന നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് പല ആളുകളും. അതുകൊണ്ട് ഇന്നത്തെ തസ്ഫിയ സമ്മേളനം ആ വിഷയവുമായി ബന്ധപ്പെട്ടായിരിക്കും ചർച്ച. സർവശക്തനായ പ്രപഞ്ചനാഥൻ ഹക്കും ബാത്തിലും വേർതിരിച്ച് മനസ്സിലാക്കുന്ന സജ്ജനങ്ങളിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.